ഇന്നലെ വരെ കയ്യിൽ 100 രൂപ പോലും ഇല്ലാതിരുന്ന തൻ്റെ ഷർട്ടൊന്ന് ഇസ്തിരിയിടാൻ 30 രൂപ പോലും ഇല്ലാത്ത അൻവറിക്ക ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും കോടീശ്വരനായി മാറുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ കോടീശ്വരൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ MLA യുമായ PV അൻവർ തന്നെയാണ്. അൻവറിന് 52.21 കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സ്വത്ത് വിവരത്തിലെ കണക്കുകൾ. UDF-ന്റെ ആര്യാടൻ ഷൗക്കത്തിന് 8.12 കോടിയുടെയും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 63.89 ലക്ഷം രൂപയുടെയും ആസ്തിയാണുള്ളത്. കൂടാതെ അൻവറിന് 20.6 കോടിയുടെ ബാധ്യത ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് 25,000 രൂപയാണ്. ജീവിത പങ്കാളികളുടെ കൈവശം 10,000 രൂപയുമുണ്ട്. LDF സ്ഥാനാർത്ഥി സ്വരാജിൻ്റെ കയ്യിൽ 1,200 രൂപയും UDF-ന്റെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൈവശം 12,000 രൂപയുമാണുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ 6 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ അവിടെ പത്രിക നൽകിയിട്ടുള്ളത്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 5-നാണ്. ഇന്നലെ രാവിലെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി പ്രഖ്യാപിച്ച PV അൻവർ തൊട്ടു പിന്നാലെ ചന്തക്കുന്നിൽ നിന്ന് തുറന്ന ജീപ്പിൽ റോഡ് ഷോയായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ES സുഗു, ഓട്ടോ ഡ്രൈവർ സലാഹുദ്ദീൻ, കർഷകനായ സജി, വഴിയോര കച്ചവടക്കാരൻ ഷബീർ എന്നിവർക്കൊപ്പമാണ് അൻവർ നിലമ്പൂർ തഹസിൽദാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇതേ അൻവറാണ് പണമില്ലാത്തതിനാൽ ഇത്തവണ മത്സരിക്കാനില്ലെന്നും എല്ലാവരും കൂടി തന്നെ തകർത്ത് തരിപ്പണമാക്കി കടക്കാരനാക്കി മാറ്റിയെന്നും പറഞ്ഞത്. 2021-ൽ മത്സരിച്ചപ്പോൾ 18.57 കോടി രൂപയായിരുന്നു അൻവറിൻ്റെ ജംഗമ ആസ്തി. 16.94 കോടി രൂപയുടെ ബാധ്യതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 1.06 കോടി രൂപ വില വരുന്ന 150 പവൻ ആഭരണം ഭാര്യയുടെ കയ്യിലുണ്ട്. 18.14 കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത്. 34.07 കോടിയുടെ സ്ഥാവര ആസ്തിയുമുണ്ട്. ബാങ്ക് വായ്പയും മറ്റുമായി 20 കോടിയുടെ ബാധ്യതയുമുണ്ട്. എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി ഞാൻ കടക്കാരനായി, ഉടനെ ജപ്തി വരും, 1 ഇഞ്ച് ഭൂമി പോലും എന്നെ വിൽക്കാൻ പറ്റാണ്ടാക്കി. ഇതൊക്കെയാണ് അൻവർ കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അതേ അൻവറാണ് ഇപ്പോൾ കോടീശ്വരനായി മാറിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ലെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. എന്തൊക്കെ നുണകൾ മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞാലും അൻവറിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നത്. അത് നടപ്പില്ലെന്ന് ഉറപ്പായതോടെ പണമില്ല എന്ന രീതിയിലുള്ള കരച്ചിലായി. ആരും തിരിഞ്ഞു നോക്കാതെ വന്നതോടെ ബംഗാളിലെ മമതയെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ബാനറിൽ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു. ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ തോറ്റ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് PV അൻവറാണ്. കടന്നൽ രാജ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അൻവർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ നമ്പർ 1 കോമാളിയായി മാറുകയാണ്.